വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ LDCയുടെ ക്ലാസ് തുടങ്ങുവാണ്. നമ്മൾ LDCയുടെ ക്ലാസ് എടുക്കുന്നത് വെച്ചാൽ സിലബസ് എങ്ങനെയാണോ കൊടുത്തേക്കുന്നത് അതനുസരിച്ചായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കേരള ചരിത്രമാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ യൂറോപ്യന്മാരുടെ ആഗമനം, സംഭാവനകൾ, ഇതാണ് ഫസ്റ്റ് ടോപ്പിക്ക് വരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കംപ്ലീറ്റ് ടോപ്പിക്കായിരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ്സിൽ കേരള ചരിത്രത്തിൻ്റെ തന്നെ സെക്കൻഡ് ടോപ്പിക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷനായിട്ട് തന്നെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് നമ്മൾ LDCയുടെ ഈ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ വരുന്ന ക്ലാസ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ്. നമ്മുടെ LDC എക്സാം വരുന്നത് മലയാളത്തിലാണല്ലോ, അപ്പോൾ നമുക്ക് മലയാളത്തിൽ തന്നെ അത് ഫുള്ള് പഠിച്ചു പോകാം. യൂറോപ്യന്മാരുടെ ആഗമനം, സംഭാവനകൾ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം. ഏത് വർഷമാണ് വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത്? 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയത്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ ആരായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്ന്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം കാപ്പാട്, 1498. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ്? സെൻറ്റ് ഗബ്രിയൽ. വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1502. രണ്ടാമതെത്തിയത് 2 എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തത് ഈ 3 ക്വസ്റ്റ്യൻ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണേ. വാസ്കോ ഡ ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷവും പോർച്ചുഗീസ് വൈസ്രോയ് ആയ വർഷവും അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ അന്തരിച്ച വർഷവും ഏതാണ്? 1524. അന്തരിച്ച ഡേറ്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഡിസംബർ 24. ഒന്നുകൂടെ ഒന്ന് പറയാം. വാസ്കോ ഡ ഗാമ മൂന്നാമതായി എത്തിയതും പോർച്ചുഗീസ് വൈസ്രോയ് ആയതും അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ അന്തരിച്ചതും സെയിം ഇയർ ആണ്, 1524. ഇതിലൊരു ഡേറ്റ് ഓർത്ത് വെക്കേണ്ടത്, അന്തരിച്ച ഏത് ഡേറ്റിലാണ്? ഡിസംബർ 24. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏതാണ്? കൊച്ചിയിൽ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്ന് കൊണ്ടുപോയ വർഷം ഏതാണ്? 1539. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അധിപൻ പോർച്ചുഗലിലേക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്നറിയാവോ? അത് ഗോവയിലാണുള്ളത്. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? പെട്രോ അൽവാരസ് കാംബ്രൽ. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? കാംബ്രൽ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമ്യൂ ഡയസ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആര്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? അൽമേഡ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയ് ആര്? അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആര്? അതും അൽബുക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയ് അൽബുക്കർക്ക്.
പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയ് അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയ് ആരാണ്? അതും അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? അത് മാനുവൽ കോട്ടയാണ്. അതെവിടാണ്? കൊച്ചിയിൽ. ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ഏതൊക്കെയാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, ആയ്ക്കോട്ട, അഴീക്കോട്ട എന്നെല്ലാം അറിയപ്പെടുന്ന കോട്ട മാനുവൽ കോട്ട. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിട്ട് 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? ചാലിയം കോട്ട. അതെവിടാണ് നിർമ്മിച്ചത്? കോഴിക്കോട്. ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാണ്? നൂനോ കുൻഫ്.